ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ടയ്ക്കടുത്ത് മേലത്തെ മുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പ്രിയ എന്ന വീട്ടമ്മയുടെ കൃഷിത്തോട്ടം കാണാനാണ് ഞാനിന്നിവിടെ വന്നത്. അപ്പോൾ നമുക്ക് പ്രിയയുടെ കൃഷി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയ നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. പ്രിയ വീട്ടമ്മയല്ലേ? അതെ. ഓക്കെ. ഇതിപ്പോൾ വീടിനോട് ചേർന്നാണ് ഈ കൃഷിയെല്ലാം ഉള്ളത് അല്ലേ? ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ ടെറസിന്റെ മുകളിലുണ്ട്, പിന്നെ പറമ്പിലും ഉണ്ട്. അതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളാണ്. പിന്നെ പുറമേ ഉള്ളത് എനിക്ക് തോന്നുന്നു ഫുള്ള് ചെടികളാണ് തോന്നുന്നു. ചെടികളും ഉണ്ട്. ആ ശരി ശരി. ചെടിയുടെ കച്ചവടം ഉണ്ടോ? ഉണ്ടല്ലേ? കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് എന്തൊക്കെ കൃഷിയാണ് ഇപ്പോൾ ചെയ്യുന്നത്? പാവല്, പയറ്, വെണ്ട, വഴുതന, പച്ചമുളക്, പിന്നെ കാശ്മീരി മുളക്, മഞ്ഞൾ, അങ്ങനെ അത്യാവശ്യം ഇഞ്ചി, പച്ചക്കറി ഐറ്റം എല്ലാം ഉണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാം ഉണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഉള്ളതും മിക്കവാറും എല്ലാം കിട്ടുമല്ലോ അല്ലേ? കിട്ടും. അത് കഴിഞ്ഞിട്ട് വിൽപ്പനയ്ക്കുണ്ടോ? കൊടുക്കുന്നുണ്ടല്ലേ? നമ്മൾ രണ്ടുപേരുള്ളൂ. അത് ശരി. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ? ഇപ്പം മക്കള് പഠിക്കുവാണ്. രണ്ടു മക്കളാ അല്ലേ? മൂന്ന് പേര്. മൂത്തത് മോന്, പിന്നെ ട്വിൻസ് പെൺപിള്ളേര്. ഓക്കെ ഓക്കെ. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു? അതെ. മോൻ ജോലി, മോളുമാര് പഠിക്കുന്നു. ശരി ശരി. അപ്പോൾ നമുക്ക് പച്ചക്കറി കൃഷി എന്തൊക്കെയാണെന്നൊന്ന് പോയി നോക്കാം. ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ടെറസിൻ്റെ മുകളിൽ എന്തൊക്കെ കൃഷിയാണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ മെയിനായിട്ട് പച്ചമുളക്, വെണ്ട, വഴുതന, നമ്മുടെ പൊന്നാങ്കണ്ണി ചീര, അല്ലാതെ ചുമന്ന ചീര, ഇത്രയുണ്ട്. ഈ റെയിൻ ഗാർഡ് ചെയ്ത പിന്നെ ഇത്ര ഇതിനകത്ത് പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. പടരുന്ന സാധനങ്ങളൊന്നും ഇതിനകത്ത് പറ്റുന്നില്ല. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ഈ റെയിൻ ഗാർഡ് ചെയ്തിട്ട് എത്ര നാളായി? 3 വർഷമാണ്. 3 വർഷമായി. ഇത് നമ്മൾ സ്വന്തമായിട്ട് പൈസ മുടക്കി ചെയ്താണോ അതോ കൃഷി വകുപ്പിന്റെ എന്തെങ്കിലും സഹായം ഉണ്ടോ? ഞാൻ ഇതുപോലെ കൃഷി ചെയ്യുന്ന കണ്ടുകൊണ്ട് എനിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓ ശരി. അപ്പം അന്നേരം അവർ തന്നെയാണ് ഇത് റെയിൻ ഗാർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം 50-50 ഇത് 1 ലാഖിൻ്റെയാണ്. അപ്പം നമുക്ക് അവർ 50,000 തരും, നമ്മൾ 50 എടുക്കണം. അങ്ങനെ ചെയ്താണല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത് 6-7 വർഷമായി തുടങ്ങിയിട്ട്. ടെറസിൻ്റെ മണ്ടയിൽ വ്യാപകമായിട്ടാണ് റിട്ടയർ ആയ പിന്നാണ്. പിന്നെ ഞാൻ തന്നെയായിരുന്നു വീട്ടിൽ വേണ്ടുന്ന അത്യാവശ്യം ചെയ്ത് പിന്നെ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഈ പച്ചക്കറിയുടെയൊക്കെ ഈ കൃഷി ചെയ്യുന്നതാണ് ഭയങ്കര ക്രേസായി. പിന്നെ ഞാൻ തന്നെ എല്ലാവരും മക്കളും ഏട്ടനും എല്ലാം ജോലിക്ക് പഠിക്കാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ചുമ്മാ ചെറുതായിട്ട് ചെയ്ത് പിന്നെ ഏട്ടൻ റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ വൈഡായിട്ടങ്ങ്. ഇത് കാശ്മീരി ചില്ലിയാ അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ഇത് ഇത്രയും വലിപ്പമേ വെക്കുള്ളൂ അതോ? അല്ല, ഇത് 2 വെറൈറ്റി. അതാ ഇത് വേറൊരു വെറൈറ്റി. ഇപ്പോൾ ഇത് ഉണ്ടാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോഴേ ഉണ്ടാകാൻ തുടങ്ങി. ഇതിപ്പോ നല്ല വലിപ്പം ഉണ്ടാവുമല്ലോ അല്ലേ? നല്ല വലിപ്പം ഉണ്ടാകും. ശരി ശരി. ആ വെറൈറ്റി ഉണ്ട്, ഇതും ഉണ്ട്. ഈ 2 വെറൈറ്റി ആണോ കാശ്മീരി ചില്ലി ഉള്ളത്? കാശ്മീരി ചില്ലി നമുക്ക് കിട്ടിയത്. വേറെ ഉണ്ട് എരിവ് കൂടുതലുള്ള, ഇത് അത്ര എരിവില്ല. ഇതിപ്പോ ധാരാളം ഉണ്ടായാൽ നമുക്ക് വിൽപ്പനയ്ക്കുള്ള സാധ്യത എങ്ങനെയാണ്? വിൽപ്പനയ്ക്ക് നമ്മളിതിനെ ശ്രമിച്ചിട്ടില്ല. കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. പക്ഷെ ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിനൊന്നും പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് ഞങ്ങളൊന്ന് ചെയ്തായിരുന്നു. ഞങ്ങളൊരു 7 മൂട ഞങ്ങൾക്കൊരു 1.5 കിലോ പിന്നെ പൊടിയായിട്ട് എടുത്തു. ഞങ്ങൾ ഉണക്കി പൊടിച്ച് 1.5 കിലോ പൊടി കിട്ടിയായിരുന്നു. അപ്പം അന്ന് ചുമ്മാതെ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് കൊണ്ടുവന്നപ്പം ഒന്ന് നട്ട് നോക്കിയതാ. അപ്പം നല്ലതായിട്ടുണ്ടാവും കാശ്മീരി ചില്ലി. ഇപ്പം ഇതിപ്പോൾ ഉണ്ടാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിപ്പോൾ എത്ര നാളായ ചെടിയായത്? ഇതിപ്പോൾ ഒരു 3.5 മാസത്തോളമായി. 3.5 മാസമായേ ഉള്ളൂ അല്ലേ? ഇതിപ്പോൾ ആദ്യമായിട്ട് അത് കായ്ച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അതങ്ങനെ ഇരിക്കുന്നത്, എല്ലാത്തിലും ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ശരി ശരി. ഈ കാശ്മീരി ചില്ലി അല്ലാതെ പിന്നെ വേറെ ഏതാ ഉള്ള മുളകായിട്ട്? സാധാ പച്ചമുളകുണ്ട്. ഇത് നല്ല നീളമുള്ള നീളമുള്ളതാണ്. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് തൈ തന്നതാണ്. പിന്നെ ഞാൻ അല്ലാതെ തൈ വാങ്ങി നട്ടിട്ടുമുണ്ട്. നമ്മൾ കുറേ എടുത്ത് ഓണത്തിനൊക്കെ. ശരി ശരി. ഇതിപ്പോൾ പറിക്കാനുണ്ടല്ലോ? ഉണ്ട്. ശരി ശരി. പിന്നെ തക്കാളിയൊക്കെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞത്. തക്കാളി നന്നായിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോകും അത്. പ്രിയ മുളകല്ലാതെ ഇവിടെ ഈ ബന്ദി കാണുന്നുണ്ടല്ലോ, ബന്ദി പൂവ്. അത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഓണത്തിന്റെ ഇതിന് തന്നതാണ്. അവർ വൈഡായിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമുക്ക് അതിന് സ്ഥലം കുറവായതുകൊണ്ട് ഞാൻ ടെറസിന്റെ മുമ്പിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. ഇപ്പോഴത് പൂവ് ശരിക്കും ഉണ്ടാകാൻ തുടങ്ങി. ശരിക്കും ഓണത്തിന്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ്. എന്നാലും നമുക്ക് ഓണത്തിന് ഞങ്ങളുടെ അത്തപ്പൂക്കളത്തിന് ഞങ്ങൾക്ക് കിട്ടി. ഇത് കുറെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു.
ഇതിപ്പോൾ മുളക് പല വെറൈറ്റി ഉണ്ട്, പിന്നെ അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ബന്ദിപ്പൂ വെച്ചിട്ടുണ്ട്. ബന്ദി ഈ ഒരു പോർഷനിൽ, പിന്നെ തക്കാളി പോയി, തക്കാളി ഏകദേശം അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. കഴിഞ്ഞു അത് പോയി. ഇനി നമുക്കിവിടെ വഴുതനയുണ്ടല്ലേ? വഴുതനയുണ്ട്, വെണ്ടയുണ്ട്, പിന്നെ മുളകിന്റെ വേറെ വെറൈറ്റി ഉണ്ട്. പ്രിയ, ഈ ഭാഗത്ത് വെണ്ട, എനിക്കൊന്ന് വെണ്ടയും ഏകദേശം കായൊക്കെ പറിച്ചെന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ കുറെ എടുത്തായിരുന്നു. പിന്നെ വഴുതനയുണ്ട്, വഴുതന പല വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ കുറെ എടുത്തായിരുന്നു ഉണ്ടായി വരുന്നത്. ഇതെല്ലാം ഗ്രോ ബാഗിലല്ലേ നിറച്ചേക്കുന്നത്? ഗ്രോ ബാഗിലാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ വെണ്ട, പിന്നെ ചീരയുണ്ടല്ലേ? ഓക്കെ. വേറെ എന്തോ ഉള്ളത്? ഇഞ്ചിയുണ്ട്. പിന്നെ ഓണത്തിന്റെ ഭാഗമായിട്ട് വാങ്ങി നട്ടതാ, മഴയായതുകൊണ്ട് ഇവിടോട്ടങ്ങ് നട്ടെന്നുള്ളത്. വാടാറുമല്ലി. ശരിക്കും ഇത് ഓണത്തിന് ഇതിന്റെ ഇത് കിട്ടിയായിരുന്നു, പൂക്കൾ കിട്ടിയായിരുന്നല്ലേ? ഇഷ്ടം പോലെ കിട്ടിയായിരുന്നു. അതെല്ലാം എടുത്തതുകൊണ്ട് ഇത്ര ഇങ്ങനെ കുറഞ്ഞു നിൽക്കും, നിറഞ്ഞു നിൽക്കുമായിരുന്നു പൂക്കൾ. വിൽപ്പനയ്ക്ക് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മുടെ ആവശ്യത്തിന് ഉള്ളായിരുന്നല്ലേ? ഓക്കെ. ഇപ്പോൾ ഓണത്തിന് നമ്മൾ പുറത്തുനിന്ന് പൂവൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല, എല്ലാം ഇവിടെ തന്നെ ഉള്ളത്. ഇതെന്തോ പ്രിയ? ഇത് ബെജി മുളകാണ്, അത് പൂക്കുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം കായായി വരുന്നുണ്ടല്ലോ. കായ് നമ്മൾ എടുത്തായിരുന്നു. ഇത് വെയിറ്റ് ബാലൻസ് ചെയ്യാനാണോ ചരട് കെട്ടി ചെയ്തേക്കുന്നത്? അത് കഴിഞ്ഞ ദിവസങ്ങൾ എടുത്തായിരുന്നു. ഇത് ഈ വലിപ്പമല്ലല്ലോ, കുറച്ചുകൂടെ വലിപ്പം. വലിയതാവും, ഇത് ചെറുതാ. വെള്ളക്കാന്താരി. ഇത് ഇത്രയും വലിപ്പം വെക്കുന്നതാണോ? ഇച്ചിരി കൂടെ നീളമൊക്കെ വരും. ഇപ്പൊ ഒരു 3-4 പ്രാവശ്യം എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞുണ്ടായി വരുന്നതാ. നല്ല നീളം വെക്കുന്നേ. ഈ കാന്താരിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇതും കാന്താരി ഐറ്റത്തിൽപ്പെടുന്നതാണ്. അതെ. അതിവര് ഓർണമെന്റൽ മുളക് എന്നൊക്കെയാ പറയുന്നത്. അതെന്തോന്ന് അറിയാൻ ഞാനൊന്ന് വാങ്ങി നട്ടു. ഓർണമെന്റൽ മുളകോ? ശരി. അത് നമ്മുടെ കമ്മൽ പോലെ ഇരിക്കുന്നോണ്ടാണോ അങ്ങനെ? ഇത് ഉജ്ജലയാ. ശരി. ഉജ്ജല മുളക് ഭയങ്കര എരിവാണ്. പിന്നെ അതെന്തോ ചീരയാ അത് കാണുന്നത്? അത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും. പൊന്നാങ്കണ്ണി. ഓക്കെ. ഇത് ഇത്രേ വളരുള്ളൂ? ഇത്രേ ഉള്ളൂ. നമ്മള് ഇതങ്ങ് പടർന്നു പോകും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടെങ്കിലേ അത് കുറ്റിച്ച് നമുക്ക് വരത്തുള്ളൂ. ഇത് ശരിക്കും മറ്റേ ചീര പോലെ തന്നെ തോരൻ വെക്കാനൊക്കെയാണോ? നല്ല പിന്നെ കണ്ണിനൊക്കെ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് ഓൺലൈനിൽ നിന്ന് വരുത്തിയാണ്. വരുത്തി ഒരു ഇത്രയാക്കി. ഇത് എടുത്തായിരുന്നു, പറിച്ച് ഉപയോഗിച്ചായിരുന്നു. കൊടുത്തായിരുന്നു. കുറെ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇത് ഇവിടെ നിൽക്കുന്നതുകൊണ്ട്, ഈ റെയിൻ ഗാർഡിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ പച്ചിച്ച് നിൽക്കുന്നത്. നല്ല വെയിലത്താണെങ്കിൽ അത് നല്ല ചുമപ്പായിട്ട് വരികയില്ല. ഈ ആൾക്കാർക്കൊരു സംശയമുണ്ട്, ഇത് പൊന്നാങ്കണ്ണി തന്നെയാണോ എന്നുള്ളത്. അപ്പം അതിന് ഞങ്ങൾ താഴെ വെയിലത്ത് കൊണ്ട് നട്ടിട്ടുണ്ട്, നല്ല ചുമപ്പ്. അപ്പം അതിൻ്റെ ഇലയുടെ അടി മാത്രം ഒരു ചുമപ്പ്, അത് ഇതിനും ഇല്ല ഇപ്പം. ഇത് ഈ കളർ, വയലറ്റ് കളറ്, നല്ല വയലറ്റ് അവിടെ നിന്നത്. ഇങ്ങനെ നീളം വെക്കുന്ന ടൈപ്പ്? അതെ, ഇത്രയുണ്ട് നീളൻ. ഓണത്തിന് ഇത് എത്ര ഉണ്ട്? കുറേ മൂടുണ്ടോ ഇത്? ഇത് 4 മൂട്. ഇത് ഞാൻ ഓൺലൈനിൽ തൈ വരുത്തിയിട്ട് നട്ടത്. പ്രിയ തന്നെയാണോ ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അതായത് ഈ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അല്ല. പിന്നെ വേറെ ആരാ സഹായിക്കാനുള്ളത്? ഹസ്ബൻഡിന്റെ സപ്പോർട്ടുണ്ട്, ഫുൾ സപ്പോർട്ടുണ്ട്. ചേട്ടൻ്റെ പേരും ചേട്ടാ? എൻ്റെ പേര് ഷാജി. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ വൈദ്യുതി ബോർഡിലായിരുന്നു ജോലി. ശരി. പെൻഷൻ റിട്ടയർഡായി. അപ്പോൾ സമയം കൂടുതലുണ്ട്. 4.5 വർഷമായി റിട്ടയറായിട്ട്. ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഭാര്യയെ സഹായിക്കുന്നു, ഭാര്യ എന്നെ സഹായിക്കുന്നു. ആ രീതിയിൽ ഇപ്പോൾ ശരിക്കും ഒരു റിട്ടയർ ലൈഫ് ആനന്ദകരമാക്കാൻ പറ്റിയ ഒരു സംവിധാനം തന്നെയാണ് ഈ കൃഷി, അല്ലേ? തീർച്ചയായിട്ടും. ബോറടിക്കത്തില്ലല്ലോ. ഇല്ല. ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. മാത്രമല്ല നമുക്ക് ശാരീരികമായിട്ടും നമുക്ക് നല്ല എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, രാവിലെ ഒരു 8:30 മണിക്ക് പറമ്പിലോട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10:30-11 മണി വരെ നല്ല പണിയുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കാം. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിളവ് എന്ന് പറഞ്ഞാൽ, ഇത് കായ്ഫലമൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് മാനസികമായ ഭയങ്കര സന്തോഷം. അപ്പോൾ ശാരീരികമായും മാനസികമായും നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറയുന്നതൊക്കെ കാണുമ്പോൾ മറ്റാളുകൾക്കൊരു പ്രചോദനം ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണ്. ഒത്തിരി സ്ഥലമില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ടെറസിലൊക്കെയാണ്, ഇതുപോലെ വാർത്ത വീടൊക്കെ ആണെങ്കിൽ ടെറസിൽ തന്നെ
ഇത്തരം ചെറിയ രീതി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ, അല്ലേ? പുറത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ കൃഷികളും നമുക്ക് ചെയ്യാം. ഈവൻ ഈ വടക്കേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷികൾ പോലും നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ വിളവെടുപ്പ് നടിയിൽ അതിൻ്റെ ആ ക്രമങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഉദാഹരണമായിട്ട് സവാള, ഉരുളൻകിഴങ്ങ്, വെളുത്തുള്ളി, ചെറുള്ളി, ഇതെല്ലാം നമുക്കിവിടെ കൃഷിയായി. ഇതൊക്കെ ഞങ്ങൾ പരീക്ഷിച്ചിട്ടുള്ളത്, വിജയിച്ചിട്ടുള്ളത്. ചേട്ടാ, സാധാരണ ഇതിന് കൊടുക്കുന്ന വളമൊക്കെ എന്തൊക്കെയാണ്? വളങ്ങൾ നമ്മൾ ജൈവവളമാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. രാസവളമൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ? രാസവളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ജൈവവളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രിയയുടെ ഒരു കൂടെ പഠിച്ചൊരു ആളുണ്ട്, ജോജി എന്ന് പറയും. ജോജിയുടെ വീട്ടിൽ നിന്നാണ് ഈ ചാണകവും ആവശ്യമായിട്ടുള്ള ചാണകങ്ങളെല്ലാം നമുക്ക് തരുന്നത്. അത് ഫ്രീ ആയിട്ടാണ് നമുക്ക് തരുന്നത്. ട്രാൻസ്പോർട്ടിങ് മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അത് നമ്മൾ സീസൺ സമയമാകുമ്പോൾ അവിടെ പോയി കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കീടനാശിനികളൊന്നും വരത്തില്ല. കാരണം നമ്മൾ രാവിലെ ഇറങ്ങി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചവിട്ടി കയറി നോക്കും പുഴുണ്ടോ എന്നുള്ള. അതിന് പുഴുവൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ എടുത്ത് കളയുക ചെയ്യുന്നത്. പച്ചക്കറി വേസ്റ്റും അടുക്കള വേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ ബിന്നു വാങ്ങി സംസ്കരിക്കുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മൾ ഇതിന് കീടനാശിനിയായിട്ട് ഉപയോഗിക്കും. നല്ല വളം, ജൈവവളം. നമ്മുടെ പച്ചക്കറിയാനും മീനിൻ്റെയും എല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ട് അത് അതിനൊരു അവർ തന്നെ ബിന്ന് തന്നവർ തന്നെ അതിൻ്റെ ഒരു ചകരിച്ചോറിനകത്ത് എന്തോ ഒരു കമ്പോണൻ്റ് കൂടെ ഉണ്ട്, അത് ഇതാകാനൊക്കെ ഉണ്ട്. പിന്നെ എന്നിട്ട് അതാ നല്ല നല്ല പൊടിയായിട്ട് കിട്ടും നമുക്ക്. നല്ല അത് നല്ലത് നമുക്ക് ഇതിനിട്ട് കൊടുക്കാൻ നല്ല വളമാണ്. നമ്മുടെ പരിസരം നമുക്ക് അന്നേരം നല്ല ശുദ്ധമായിരിക്കും, ക്ലീൻ ആക്കിയിരിക്കും. നമുക്ക് വേസ്റ്റുകളൊന്നും പ്ലാസ്റ്റിക് ബാക്കിയെല്ലാം നമ്മൾ ഈ ബിന്നിനകത്ത് 3 തട്ടായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം അത് കമ്പോസ്റ്റ് വളം ആണ് അത് ശരിക്കും പറഞ്ഞത്. അപ്പം അത് നമ്മളിതിൻ്റെ ഒരു മെയിൻ വളത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നല്ല വിളവ് കിട്ടും. അത് തൈ ആയി കറിഞ്ഞ് നമ്മൾ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കും. ഇട്ട് ശാലം മണ്ണ് ഇട്ട് കൊടുത്താൽ ഗ്രോ ബാഗിനകത്ത്, പറമ്പിലല്ല ഗ്രോ ബാഗിൽ. പറമ്പിൽ നമുക്ക് ചാണകവും ചാരവും പിന്നെ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ മതി. ഇതാണ് ജോജി, എൻ്റെ ഭാര്യയുടെ കൂടെ പഠിച്ചതാണ്. ജോജിയാണ് ഇവിടേക്കുള്ള ചാണകം. ജോജി ഒരു ക്ഷീരകർഷകനാണ്. അപ്പോൾ ചെന്നിറക്കരയാണ് വീട്. അപ്പോൾ ജോജിയാണ് ഞങ്ങൾക്ക് ഈ കൃഷിക്ക് ആവശ്യമായ. ജോജി അത് ഫുൾ ഫ്രീ ആയിട്ടാണോ കൊടുക്കുന്നത്? ഞാൻ ഫുൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് പച്ചക്കറികളെല്ലാം പച്ചക്കറി കൊണ്ടുപോകല്ലേ? നമുക്ക് മിക്കവാറും പച്ചക്കറികളെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോവാം. ശരി. അപ്പം ജോജിക്കും അത്യാവശ്യം പറഞ്ഞ വിഷരഹിത പച്ചക്കറികൾ കഴിക്കാൻ പറ്റും. ഏറ്റവും ഗുണം അതാണ്. കുറച്ച് ഇച്ചിരി പോലും വിഷം അടിക്കുന്നില്ല, നല്ല ഒന്നാന്തരം പച്ചക്കറി കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും നമുക്കൊരു ആരോഗ്യം എന്ന് പറയുന്നത്. ജോജിക്ക് എത്ര പശുണ്ട്? എനിക്കിപ്പോൾ മൊത്തം 7 ഉണ്ട്. ഓക്കെ. അതിന് പ്രത്യേക ഫാമായിട്ടുണ്ടോ അതോ വീട്ടിൽ തന്നെ ചെയ്യുന്നു? ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ ടെറസിലല്ലാതെ പിന്നെ ഇവിടെ കൃഷി ചെയ്തേക്കുന്നത് കുറച്ചുണ്ടല്ലേ? അപ്പം നമുക്ക് അതൊന്ന് കണ്ടാലോ? ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാ? ഇവിടെ ഇതും കാശ്മീരി ചില്ലിയാണ്. പിന്നെ ചേനയുണ്ട്. ചേനയെല്ലാം പട്ട് തുടങ്ങി. പിന്നെ കോവൽ ഇങ്ങോട്ട് വന്ന മഴയായപ്പോഴത്തേനും അതങ്ങ് മഴയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം നല്ലതായിട്ട് കോവയ്ക്ക് കിട്ടുന്നതായിരുന്നു. നമ്മൾ കണ്ടതുപോലെ പല ടൈപ്പിലുണ്ടെന്ന് തോന്നുന്നല്ലേ കാശ്മീരി ചില്ലി? അതെ. ഇതും ഇപ്പോൾ തൈയല്ലേ, നട്ടതല്ലേ ഉള്ളൂ? നട്ടതുണ്ടായി വരുന്നതേ ഉള്ളൂ. ശരി. പ്രിയ, ഇതെന്തോ മഞ്ഞളായത്? ഇത് കരിമഞ്ഞൾ എന്ന് പറയും. ഓക്കെ. ഇത് നല്ല ഡിമാൻഡുള്ള സാധനമല്ലേ കിളിമഞ്ഞൾ? കിലോയ്ക്ക് 2500 രൂപയാണ്. ശരി. നിങ്ങൾ ഇത് പിന്നെ എടുത്തോ? അതിന്റെ വിളവെടുത്തോ? 3ാമത്തെ വർഷമാണിത്. അപ്പം ഞാൻ ആദ്യം നട്ട് ഒരു 100 ഗ്രാം മേടിച്ച് നട്ടതാ. ഒരു 5 ഇതുണ്ടായിരുന്നു, പീസ് കിട്ടിയത് നമുക്ക്. അത് നമ്മൾ നട്ടിട്ട് അതിൽ നിന്ന് ഞാൻ ഇത്ര ആക്കി എടുത്തതാ. അപ്പം അതൊരു 3 വർഷം കഴിഞ്ഞ് അതിനകത്തൊരു ശകലം മഞ്ഞൾ ഉണ്ടാവത്തുള്ളൂ. അല്ലെ അങ്ങ് ചെറുതാ, മഞ്ഞളെന്ന് പറയാൻ പോലും കാണത്തില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ കിളച്ചിട്ടില്ല. ഈ വർഷം അത് പിന്നെ ഇത്രയും ഇതായിട്ട് വന്നു. പിന്നെ ഞാൻ കുറേ തൈകളൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തായിരുന്നു. അല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ കിളയ്ക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കിളയ്ക്കാതിരിക്കണമെന്ന് 3 വർഷം കഴിഞ്ഞ് അത് എടുക്കാവുന്ന, എന്നാലേ ഇതിനകത്ത് മഞ്ഞൾ ഉണ്ടാവത്തുള്ളൂ. മഞ്ഞളിന് വലിപ്പം വെക്കത്തുള്ളൂ. മറ്റേ ചെറുതാ. അപ്പോൾ ഇത് നല്ലതാണ്. നമ്മളെ ഈ എന്തെങ്കിലും വിഷമൊക്കെ കുത്തുകയോ എന്തെങ്കിലും ഈച്ചകളൊക്കെ കുത്തുകയെന്നാലും കടന്തൽ അങ്ങനെയൊക്കെ കുത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ശകലം ഉരച്ച് തേച്ചാലുണ്ടല്ലോ പെട്ടെന്ന് വേദനയും പോകും, നീരും പോകും. നല്ലതാണ്. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞത്. അതെ, നമ്മൾ അനുഭവിച്ചറിഞ്ഞത് തന്നെ. കരിമഞ്ഞൾ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ പലരും ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ഉണ്ട് വാടാർ മഞ്ഞളെന്നും പറഞ്ഞു, അത് വരുത്തണമെന്നും പറഞ്ഞിരിക്കുക. അത് കിലോയ്ക്ക് 3 ലക്ഷത്തോളം രൂപയാണ്. ഒരു കിലോയ്ക്ക്? അത് ശരി. ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതിൻ്റെ ഒരു തൈക്ക് 10,000 രൂപയാണ്.
ആണോ? ഒരു തൈ മാത്രം, ചെറിയൊരു തൈ. നമ്മുടെ കേരളത്തിൽ കിട്ടുമോ സാധനം? ചെറിയ കഷ്ണം കേരളത്തിൽ കിട്ടുമോ? കേരളത്തിൽ കിട്ടും. അത് ഓൺലൈനിലാണ് കിട്ടുന്നത്. ഒരാളിങ്ങനെ ബൾക്കായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ പ്രയാസം. അത്ര വലിയ വിലയായതുകൊണ്ട് അവർ ആയുർവേദ ഔഷധശാലകൾക്കൊക്കെയാണ് കൊടുക്കുന്നത്, മരുന്നുണ്ടാക്കുന്ന കമ്പനികൾക്ക് അവർ കൊടുക്കുന്നത്. പക്ഷെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാർക്കറ്റ് ചെയ്ത് തരത്തില്ല. പക്ഷെ അവർ പറയുന്നത് ഇത് നിങ്ങൾ തന്നെ മാർക്കറ്റ് കണ്ടുപിടിച്ചോണം, കോസ്റ്റ്ലിയാണ്. ഇത് സ്കിൻ ഡിസീസിന് ഏറ്റവും നല്ലതാണ്. എന്തിനാ വെള്ളപ്പാണ്ടിന് പോലും ഈ മഞ്ഞളാണ് ഉപയോഗിക്കുന്നത്. വാടാർ മഞ്ഞൾ. ഓക്കെ, വാടാർമുല്ല എന്ന് പറയുന്ന പോലെ വാടാർ മഞ്ഞൾ. വാടാർ മഞ്ഞൾ. പ്രിയ, ഇത് പാവലാണോ? അല്ല, പടവലം. ഇതെല്ലാം അങ്ങോട്ടുണ്ടായി വരും. മഴയായതുകൊണ്ടേ ലേറ്റായി ഉണ്ടാകാൻ. ഇത് നീളം കുറഞ്ഞത് ബേബി പടവലം എന്ന് പറയും. ഓ ശരി. ഇത് നീളം കൂടിയത് ഉണ്ടായി വരുന്നതേ ഉള്ളത്. ശരിക്കും ഈ കവറിട്ട് പാക്ക് ചെയ്തെങ്കിലല്ലേ നമുക്ക് നല്ല സാധനം കിട്ടുമോ? അല്ലെങ്കിൽ ഈച്ച കുത്തി നാശമായി പോകും. അല്ലാത്തല്ല ഈ ചൂത്തി അങ്ങനെ പോവുകയാണ്. ഈച്ച കുത്താതിരിക്കും, മരുന്നടിച്ചാൽ മതി. മരുന്നടിക്കാൻ പറ്റത്തില്ല. ഇത് മറ്റേ നീളം വെക്കാത്ത പടവലമാണോ? ഇത് ബേബി പടവലം എന്ന് പറയും. ഒന്ന് കാണട്ടത് വരുന്നതേ ഉള്ളൂ, ആയി വരുന്നതേ ഉള്ളൂ. ഇതിന് എന്തോ നീളം വെക്കും? ഇത്രേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. ഇത്രേ നീളമുള്ളൂ അല്ലേ? മറ്റേത് നമ്മുടെ സാധാരണ പടവലം. ഓക്കെ, ഇതെല്ലാം ടൈപ്പാ അല്ലേ? പിന്നുള്ളത് ഇതാണ് പാവയ്ക്ക. പാവല. അത് അതിൻ്റെ സീസൺ കഴിയാറാ. ഇതുപോലുള്ള നല്ല പാവയ്ക്കയായിരുന്നു. ഇത് നമ്മുടെ ചൊരക്കയാണ്. ചൊരക്ക ഇങ്ങനെ നീളം വെക്കുമോ? നീളം ഉള്ളതും ഉണ്ട്, നീളം ഇല്ലാത്തതും ഉണ്ട്. അതെ, വലിയൊരെണ്ണം. ഇത് നീളം ഉള്ളതുകൊണ്ട് നീളം കുറഞ്ഞതുകൊണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് വിൽക്കാൻ കാണത്തില്ല. ഇത് ഒരുപാടുണ്ടാവും. ഇതിപ്പോ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇത് ഒരുപാടുണ്ടാകും. ഇതിന്റെ ജ്യൂസ് കൊളസ്ട്രോളിന് ബെസ്റ്റ് ആണല്ലേ? ഭയങ്കര ഒത്തിരി ആവശ്യക്കാരാ ഇതിന്. ആണോ? അവരെ ആളുകൾ ഇവിടെ വന്ന് വാങ്ങിക്കോളൂ? വാങ്ങി. കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു ഇത് വെച്ച് ഭയങ്കര ഇലയായി ഇതിന്. അപ്പോൾ ഞാൻ നടണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞതിന് അവർ പറഞ്ഞതിന് ഒരു 4 മൂട് നട്ടു. അവരുടെ നിർബന്ധത്തിന് അത് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വലയിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ എന്താ? കുക്കുംബറാണ്. എല്ലാം നമ്മളിങ്ങനെ ഷവറിനകത്താ മൊത്തം. വലിയതാകും നല്ല വലിപ്പമുള്ളതല്ലേ? ഇത് നല്ല വലിപ്പമുള്ളതായിരുന്നു. ഇത് നല്ലതായിട്ട് വരും, നല്ല വലിപ്പം ഉണ്ടാവും. ഇതാണ്, ഇതിലും വലുതാവും. ഇത് നമ്മുടെ ഇതൊന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലല്ല. ഇതിന്റെ കളറേ ഇതിപ്പോ ഇതിപ്പോ നല്ല പച്ച കളറാണല്ലോ കാണുന്നത്. നമ്മൾ സാധാരണ വാങ്ങിക്കുമ്പോൾ ഒരു വൈറ്റ് കൂടെ ചേർന്ന് പലതരത്തിലുള്ളതുണ്ട്. നല്ല ഇതുണ്ട്, വൈറ്റും ഈ പച്ചയും കൂടെ ചേർന്നുണ്ട്. വൈറ്റ് തന്നെയുണ്ട്, ഈ സ്നോ വൈറ്റ് എന്നും പറയും. അങ്ങനെ ഒരു 4 വെറൈറ്റിയോളം ഇതുണ്ട്. ഇതെല്ലാം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇപ്രാവശ്യം പിന്നെ തൈ മാത്രം മേടിച്ച് നട്ടതാ. പ്രിയ, ഇത് മക്കളല്ലേ? അതെ അതെ. നിങ്ങൾ ട്വിൻസ് ആണല്ലേ? പേര് പറഞ്ഞ രണ്ടുപേരുടെ? അജീഷ. മോളുടെ പേര് അനീഷ. പഠിക്കുന്നേ ഉള്ളോ? എന്താ പഠിക്കുന്നത്? രണ്ടുപേരും എവിടെയാ? ബാംഗ്ലൂർ. ഇപ്പോൾ വെക്കേഷനാണോ? അത് ശരി. അപ്പോൾ ഇവിടെ വന്നാൽ അമ്മയും അച്ഛനെയൊക്കെ സഹായിക്കുന്നുണ്ടോ ഈ കൃഷിക്ക്? ഉണ്ടല്ലേ? അപ്പോൾ ശരിക്കും നിങ്ങൾ ഇവിടെ വരുമ്പോഴല്ലേ നല്ല പച്ചക്കറിയൊക്കെ കഴിക്കുന്നത് അല്ലേ? വീട്ടിൽ വരുമ്പോഴല്ലേ? ബാംഗ്ലൂരിൽ നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണോ? ഹോസ്റ്റലിലാണ് അല്ലേ? അപ്പോൾ അതിൽ നിന്നൊരു റിലാക്സേഷനാണ് ഇവിടെ വരുമ്പോൾ അല്ലേ? ഓണത്തിന് ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? ഇവിടുത്തെ പൂക്കളൊക്കെ എടുത്തിട്ടാണ് പൂക്കളൊക്കെ ഉണ്ടാക്കിയത് അല്ലേ? ആണല്ലേ? ശരി. പ്രിയ, മീൻ വളത്തിലുണ്ടല്ലോ അല്ലയോ? ഉണ്ട്. ചെറിയ 2 കുളമാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മീൻ കിട്ടുമോ അതിനകത്തുനിന്ന്? ഇതുണ്ട്. ഇത് നമ്മുടെ തിലോപ്പിയ എന്നും പറഞ്ഞേ
പിന്നെ ഇതൊരു വലിയ ഷാർക്ക് എന്ന് അത് നമ്മൾ ചുമ്മാ ഒരു ഇതിന് വളർത്തുന്നുള്ളതേ ഉള്ളൂ. ഇടയ്ക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ മീൻ? ഇതുണ്ട്, തിലോപ്പിയ കിട്ടുന്നുണ്ടല്ലേ? കിട്ടുന്നുണ്ട്. പ്രിയ, കൃഷിയല്ലാതെ എനിക്കൊന്ന് ചെടികളുടെ ഒരു വലിയൊരു ശേഖരം ഉണ്ടെന്ന് ഉണ്ട്, തോന്നുന്നു. ഉണ്ട്, ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊന്ന് വീടിൻ്റെ മുൻഭാഗം നിറയെ ഇങ്ങനെ ചെടികളാണ്. ഇത് താമരയല്ലേ? അതെ അതെ അതെ. താമരയുടെ ഏതൊക്കെ കളർ? താമരയ്ക്ക് ഒരു കളറേ ഉള്ളൂ അതോ അല്ല പല കളറുണ്ടല്ലേ? ആയിരക്കണക്കിനുണ്ട്. ശരി ശരി. ഒരു 11 വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പോൾ 2 വരുത്തിയിട്ടുണ്ട്. നമ്മളെ ഇല്ലാത്തത് നട്ടതേ ഉള്ളൂ. പിന്നെ ഇതതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു പൂവാണോ? അതെ അതെ അതെ. മുഴുവൻ വിരിഞ്ഞ ഒരു പൂവ് അല്ലേ? മുഴുവൻ വിരിഞ്ഞ ഒരു പൂവാണ്. ഇത് പിന്നെ ഇത് എത്ര ദിവസത്തേക്ക് വിരിയും ഇത്? ഇത് ഈ ഒരു 10-15 ദിവസം എടുക്കും ഇത് വിരിയാൻ. ഈ മുട്ടുകൾ 2 എത്ര ദിവസം എടുക്കും ഇനി? അതാ പറഞ്ഞ ഇനി ഒരാഴ്ച മേലെടുക്കും. കാരണം ഇത് വിരിയത്തില്ല, തന്നെ വിരിയത്തില്ല, നമ്മളിത് വിരിയിക്കണം. ഓ, അങ്ങനെയാണോ? അതെ അതെ. ഇത് ഒത്തിരി ഇത് ഒത്തിരി ഇതളുണ്ടല്ലോ, അപ്പോൾ അത് തന്നെ വിരിയത്തില്ല. അപ്പോൾ ഇത് ഒത്തിരി ഇങ്ങനെ കുറേ വിടർന്ന് മണ്ട ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ വിടർത്തി കൊടുക്കണം. എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. ഇത് വിരിഞ്ഞു കഴിഞ്ഞിട്ട് എത്ര ദിവസം നിൽക്കും? 5 ദിവസം. 5 ദിവസം നന്നായിട്ട് നിൽക്കും. മഴയില്ലെങ്കിൽ, മഴ ഉണ്ടെങ്കിൽ ഒരു ഇതിപ്പോ നമ്മൾ താമര വിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ നിന്ന് പാടി അങ്ങ് പോവല്ലേ ഉള്ളൂ? അത് നമ്മൾ വേറെ ആരെങ്കിലും വന്ന് വാങ്ങുമോ? അങ്ങനെ വാങ്ങുമോ? അതിന്റെ ട്യൂബർ എടുക്കുന്നുണ്ട്, സെയിലുണ്ട്, നല്ല സെയിലുണ്ടല്ലേ? ശരി ശരി ശരി. ട്യൂബർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്ന ഇങ്ങനെ കണ്ടിട്ട് ഓരോരുത്തർക്ക് അങ്ങനെ ആവശ്യം വന്നിട്ട് അവർക്കൊരു ക്രേസ് തോന്നി വാങ്ങി വെച്ചുകൊണ്ട് പോകും. അപ്പം നമ്മളോട് പറയും വേണമെന്ന്. അപ്പം അതുകൊണ്ട് ഇപ്പം നല്ലൊരു ബിസിനസ്സാണ്. ചെടിയേക്കാളും എനിക്ക് തോന്നുന്ന ലാഭം ഇതാണല്ലേ? ശരി ശരി ശരി. ഇത് വലിയ വലിയ ബേസിനകത്തല്ലേ ചെയ്യുന്നത്? ബേസിനകത്ത്. ഇത് ശരിക്കും ഒരു കുളമാണ് നമ്മൾ വാങ്ങിയത്, സിമെന്റ് ഉണ്ടാക്കി. നമ്മളപ്പുറത്തുണ്ട് നമ്മൾ ബേസിനകത്ത് നട്ടത്. അത് നമുക്ക് കാണാം. പിന്നെ വേറെ അല്ലാതെ താമര അല്ലാതെ വേറെ എന്തൊക്കെയാ ഉള്ളത്? ചെടി ഐറ്റംസ്? ചെടികൾ, ഈ ഇലച്ചെടികൾ കൂടുതലുണ്ട്. അഗ്ലോണിമ, കലാത്തിയ, അങ്ങനെ പല വെറൈറ്റികളുണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. ഒരുമാതിരി ഷാജി ചേട്ടന്റെ വരുമാനം കവിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഒരു വരുമാനം വേണമല്ലോ. അതെ അതെ. ഓക്കെ. അതിന് ഏറ്റവും നല്ലൊരു മാർഗം, പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ച് വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും അധികം സ്ഥലം വേണ്ടല്ലോ അല്ലയോ? ഒരു വീടിന്റെ മിറ്റവും ഈ ടെറസും ഒക്കെ മതിയല്ലോ. ചെടിച്ചട്ടി ആയോണ്ടേ നമുക്ക് അങ്ങനെ എവിടെയെങ്കിലും മാറ്റിയൊക്കെ വെക്കുകയും ചെയ്യാം. അതെ അതെ. ഓക്കെ. ഇത് താമരയുടെ വേറെ ഐറ്റം അല്ലേ? അതെ അതെ. ഇത് കാവേരി എന്ന് പറയും. ഓ ശരി. ഇത് ഇന്നലെ വിരിയിച്ചതാ. ഇത് നമുക്ക് വിരിയിച്ചേ വെക്കും. അത് കണ്ടൊരെണ്ണം വിരിയിക്കാം. ഇതെന്തോ ഇത് അതിന്റെ അകത്തെന്തോ അതിന്റെ കായ, പക്ഷെ ഇത് മെച്ചറാകത്തില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. എന്നാൽ കായ ഉണ്ടാവുന്നത് കൊണ്ട് ഇത് നമ്മൾ വിരിയിക്കുക. ഇപ്പം ഇത് വിരിയാറായതാ. നമ്മളിങ്ങനെ വിരിച്ചു കൊടുക്കണം അല്ലേ? അങ്ങനെ. ശരി ശരി ശരി. ഇതിന് ശരിക്കും നല്ല വെയിലാണോ വേണ്ടത്? നല്ല വെയിൽ വേണം. നല്ല മഴയാണെങ്കിൽ ഇതിനൊരു ക്ഷീണമാണ്. നല്ല വെയിലാണെങ്കിൽ ഇഷ്ടം പോലെ പൂവുണ്ടാവും. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് കേട്ടോ. ഇങ്ങനെ വിരിയിച്ചു കൊടുക്കണമെന്നുള്ളത് അല്ലേ? ഇതെന്നാ അവിടെ കണ്ട അത്ര ഇതളില്ല, എന്നാലും ഇത് തന്നെ വിരിയത്തില്ല. അതേസമയം ഇത് വൈറ്റ് അല്ലേ? ഇത് വൈറ്റ് അല്ല, ഇത് റോസും. ഇത് മഞ്ഞയാണ്. ഇത് തന്നെ വിരിയും. ഇത് തന്നെ വിരിയുന്നതുണ്ട്. 3 വെറൈറ്റി ഉണ്ട്. അപ്പം അതിലെല്ലാം പൂവില്ല. ഇതെന്താ ചെയ്തു വെച്ചേക്കുന്നത്? ഇത് ഈ ബേസിനകത്ത് നമ്മളിതിന് ഒരു 4 മാസത്തെ പീരീഡായി ഈ ബേസിനകത്ത് താമരയ്ക്കുള്ളത്. അത് കഴിയുമ്പോൾ നമ്മളിത് എടുക്കണം. എടുത്തിട്ട് നമ്മൾ ഇത് ട്യൂബർ കട്ട് ചെയ്തിട്ട് നമ്മൾ നട്ടതായത്. ഓ ശരി ശരി. ഇത് എത്ര നാൾ കൊണ്ട് ഈ പറയുന്ന ഒരു ചെടി വെച്ചാൽ അത് നല്ലതായിട്ട് നോക്കും? നല്ല വെയിൽ ഇതുപോലെ കിട്ടുമെന്ന് 2 മാസത്തിനുള്ളിൽ പൂവാവും. ശരി. 2 മാസം വേണ്ട, അപ്പോഴത്തേനും ഒരു 28 ദിവസം ആകുമ്പോഴത്തേനും മുട്ടായി വരും, നല്ലതായിട്ട് വെയിൽ കിട്ടുവാണെങ്കിൽ. ഇതിലിങ്ങനെ ഈ സ്പ്രെഡായി കിടക്കുന്ന അത് എന്താണത്? പായലാണോ? എന്തോ അസോളയെന്നും പറഞ്ഞു. ഇത് നമുക്ക് കൊതുകും ഇങ്ങനെ ഇതായിട്ട് കിടക്കുമ്പോഴേ കൊതുക് അധികമായിട്ട് കയറത്തില്ല. ഈ അസോള നല്ലോണം സ്പ്രെഡ് ആയിക്കോളൂ അല്ലേ? നല്ലോണം സ്പ്രെഡ് ആകും. ഒത്തിരി ആകുമ്പോഴത്തേനും അത് നല്ല കട്ടിക്ക് തന്നെ വാരിക്കളയും നമ്മൾ. കുറച്ചിട്ട് കൊടുത്താൽ പോരെ? ഇത്തിരി ഇട്ടാൽ മതി. ഇതിനൊക്കെ ഈ താമരക്കൊക്കെ എന്ത് വളമാണ് കൊടുക്കുന്നത്? താമര നമ്മൾ നടുമ്പോൾ ആദ്യമേ ഈ ട്യൂബർ നടുമ്പം അടിയിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും പിന്നെ ഒരു 3/4 ഭാഗവുമായിട്ട് മണ്ണും ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത ഈ ട്യൂബർ നടുന്നത്. നട്ട് കഴിഞ്ഞിട്ടത്
ഇതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ അങ്ങോട്ട് നല്ലതായിട്ട് വന്നു കഴിയുമ്പം ഈ താമരയുടെ ഒരു വളമുണ്ട്, ഡാപ്പെന്നും പറഞ്ഞ്, അതൊരു നുള്ളെടുത്ത് നമ്മുടെ ടിഷ്യൂ പേപ്പറിനകത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കണം. അന്ന് അപ്പോഴത്തേനൊരു പിന്നെ കുറച്ച് ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ രാസവളം കൊടുക്കണമെന്ന്. നമ്മൾ എന്ന് വെച്ചാൽ A18 NPK അങ്ങനെയുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ 18 ഈ താമരയുടെ വളം ഡാപ്പും കൂടെ മാറി മാറിയാണ് നമ്മൾ കൊടുക്കുന്നത്. 15 ദിവസം നമ്മൾ കൊടുക്കാമെങ്കിൽ നല്ലതായിട്ട് പൂവുണ്ടാവും. ഇപ്പോൾ ഇത്തിരി ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ കുറേ എടുത്ത് പിന്നെ അതിൻ്റെ പീരീഡ് കഴിഞ്ഞ് നമ്മൾ എടുത്ത് നട്ടുകൊണ്ടിരിക്കുവാണ് ഞാനിപ്പോൾ. ഇത് വേണ്ട 28 ദിവസം ആയില്ല. ഇത് പുതിയ പോണ്ട അല്ലേ? ഇതുണ്ട് ആ നിൽക്കുന്നത് ആ കുളത്തിൻ്റെ. ശരി ശരി ശരി. 28 ദിവസം ആയപ്പോഴത്തേനും 3 മുട്ടായി പുറകിലെല്ലാം ആയി. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമോ ഞാൻ. ഇതിപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഇനിയും പോകാറായതാണ്. ആ പൂക്കെ കഴിയുമ്പോൾ നമ്മൾ എടുക്കും. എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ നട്ടു കൊടുക്കും. ഇതിലെല്ലാം സോളം ഇട്ടിട്ടുണ്ടല്ലേ? ചെറുതായിട്ട് ഇപ്പോൾ 2-3-4 ദിവസം കഴിയുമ്പോഴേ അങ്ങ് നിറയും, പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇതാണ് നമ്മുടെ ഇലച്ചെടികൾ. അതെ, അഗ്ലോണിമയുടെ വെറൈറ്റികളാണ്. അത് ഈ കാണുന്നതല്ല അല്ലേ? മറ്റേ അപ്പുറത്തേക്കുന്നതോ? ഇതെല്ലാം കലാത്തിയ എന്ന് പറയും. കലാത്തിയ? കലാത്തിയയുടെ വെറൈറ്റിയാണ്. കളർ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓരോന്നും പല കളർ. ഇതാണോ ഈ താമരയുടെ ട്യൂബർ എന്താണ് പറയുന്നത്? ട്യൂബർ ഇതാണ് താമരയുടെ ട്യൂബർ. അതെ, ഇത് ഇതുപോലെ നമ്മൾ നടുന്നത്. ഇത് ചെറിയ പീസാക്കി ഇട്ടാൽ മതി. കട്ട് ചെയ്തെടുത്തത് നമ്മളിങ്ങനെ ബേസിന് പോലെ റൗണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഉണ്ടായിട്ട് ഇത് നമ്മളത് കമത്തുന്ന ആ റൗണ്ടിൽ വട വിരിക്കുന്ന പോലെ അങ്ങനെ ഇരിക്കും. അത് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് വളരെ ശ്രദ്ധാപൂർവ്വം എടുക്കണം, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും. ഇവിടെ ആമ്പലും ഉണ്ടല്ലേ? അതെ, ആമ്പലല്ലേ ഇത്? അതെ, ആമ്പലം 5 വെറൈറ്റി ഉണ്ട്. ഇപ്പം ഇത് 3 എണ്ണത്തിലേ പോവുള്ളൂ. ഇതൊരു വെറൈറ്റി വൈറ്റ്, അത് ഷെയ്ഡുണ്ട്. ഇത് വയലറ്റ്. ഇത് നല്ല വയലറ്റ്. ഇന്നലെ നല്ല കളറായിരുന്നു, ഇപ്പം ഇന്നലെ വിരിഞ്ഞതായത്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് കുറേ ഉണ്ടല്ലോ. ഉണ്ട്. ഇത് ഒരു പേരെല്ലാത്തിൻ്റെ ഒന്നും അറിയില്ല. എന്നാലും കുറേ കളക്ഷൻ ഉണ്ടല്ലേ? അതെ, അതുണ്ട്. ഇത് ബിഗോണിയ എന്ന് പറയും. പല സെക്ഷൻസ് ആണ്. ബിഗോണിയയുടെ പല വെറൈറ്റി. നല്ല വെറൈറ്റി അവിടെ ഉണ്ട്. ഇതെന്തോ ഈ സാധനം? ഇത് ബബിൾ പ്ലാന്റ് എന്ന് പറയുന്നത്. ഞാൻ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ബബിൾ പ്ലാന്റ് എന്ന് പറയും. രസമുണ്ടല്ലോ കാണാൻ. ഇല ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അതെ. ഇതും ബിഗോണിയയുടെ സെക്ഷനാണ്. പല വെറൈറ്റിയാണ്. ഇത് ബിഗോണിയയുടെ വേറെ ഐറ്റം ആണ്. ഇത് ഇങ്ങനെ പടർന്നു പോകും. ഇതൊരു ക്രീപ്പർ ആയിട്ട് ഇങ്ങനെ. അതെ. ഇതെല്ലാം പല വെറൈറ്റിയാ. ഇതിന്റെ പേരെന്തോ? ഇത് ആഫ്രിക്കൻ വെൽവെറ്റ് എന്ന് പറയും. ആഫ്രിക്കൻ വെൽവെറ്റ്. അത് ഇത് പല കളറുണ്ട്. എൻ്റെ ഈ വയലറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രിയ, ഒത്തിരി സന്തോഷം. അപ്പോൾ ഇവിടെ വരാനും നിങ്ങളുടെ കൃഷി കാണാനും അത് മറ്റുള്ളവരെ കാണിക്കാനും ഒക്കെ നിങ്ങൾ അതിനുള്ള അവസരം തന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ നിങ്ങളുടെ കാർഷിക പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി. ഓക്കെ.